ചില ചരിത്രങ്ങൾ ഒരു ദിവസം കൊണ്ട് ആരംഭിക്കുന്നതല്ല. പ്രാർത്ഥനയുടെയും കാത്തിരിപ്പിന്റെയും ദീർഘവർഷങ്ങളിലൂടെയാണ് അവ രൂപം കൊള്ളുന്നത്. കേരളത്തിന്റെ മധ്യഭാഗത്ത് പെരിയാറിന്റെ നിശബ്ദ ഒഴുക്കിനെയും പശ്ചിമഘട്ടത്തിന്റെ പച്ചപ്പാർന്ന മലനിരകളെയും സാക്ഷിയാക്കി ഒരു മിഷന്റെ ചരിത്രം പതിയെ രൂപം കൊണ്ടിരുന്നു. അതൊരു കെട്ടിടത്തിന്റെ കഥയല്ല, ഒരു ഇടവകയുടെ മാത്രം ചരിത്രവുമല്ല, മറിച്ച് മനുഷ്യരുടെ ജീവിതത്തോടൊപ്പം നടന്ന വിശ്വാസത്തിന്റെ യാത്രയാണ്. സമർപ്പണത്തിന്റെയും അജപാലനത്തിന്റെയും നിരന്തര സേവനത്തിന്റെയും കഥ. ക്ലരീഷ്യൻ മിഷണറിമാരുടെ ദൗത്യചരിത്രത്തിലെ ഒരു സുവർണ അധ്യായം. ആ യാത്ര നമ്മെ 50-ലധികം വർഷങ്ങൾ പിന്നിലേക്ക് കൊണ്ടുപോകുന്നു. 1970 കുറവിലങ്ങാട്ട് ക്ലാരറ്റ് ഭവൻ മൈനർ സെമിനാരി പ്രവർത്തനം ആരംഭിച്ച കാലം. ഭാവിയിലെ മിഷണറിമാരെ രൂപപ്പെടുത്തുന്ന ഈ സ്ഥാപനത്തിന് ആത്മീയ വളർച്ചയ്ക്കൊപ്പം സാമ്പത്തിക സ്വയം പര്യാപ്തതയും അനിവാര്യമായിരുന്നു. ഈ ആവശ്യകത ദീർഘവീക്ഷണമുള്ള ഒരു തീരുമാനത്തിലേക്ക് നയിച്ചു. ഫാദർ ജോസഫ് മാധവത്തിന്റെയും ഫാദർ കുര്യാക്കോസ് തേക്കിലക്കാട്ടിന്റെയും നേതൃത്വത്തിൽ കോതമംഗലം രൂപതയിലെ മാലിപ്പാറയ്ക്ക് സമീപം 85 ഏക്കർ കാർഷിക ഭൂമി സ്വന്തമാക്കി. പിന്നീട് ആ ഭൂമി ക്ലരീഷ്യൻ ദൗത്യത്തിന്റെ സുപ്രധാന കേന്ദ്രങ്ങളിലൊന്നായി വളർന്നു. ഇന്നും അനേകർ ആദരവോടെ ഓർക്കുന്ന CB എസ്റ്റേറ്റ്. ആദ്യകാലങ്ങളിൽ ക്ലാരറ്റ് ഭവൻ സമൂഹത്തിലെ റീജന്റുമാരാണ് എസ്റ്റേറ്റിന്റെ പരിപാലന ചുമതല വഹിച്ചിരുന്നത്. എന്നാൽ സമയം കടന്നു പോകുമ്പോൾ ദൗത്യത്തിന്റെ പരിധിയും വികസിച്ചു. ക്ലരീഷ്യൻ വൈദികർ മാലിപ്പാറയിൽ സ്ഥിരതാമസമാക്കി. എസ്റ്റേറ്റിന്റെ ഭരണനിർവഹണം മാത്രമായിരുന്നില്ല അവരുടെ ദൗത്യം. മാലിപ്പാറ ഇടവകയിലും സമീപ പ്രദേശങ്ങളിലുമായി വിശുദ്ധ കുർബാന അർപ്പിക്കുകയും വിശ്വാസികളെ സന്ദർശിക്കുകയും രോഗികളുടെ അരികിലെത്തുകയും കുടുംബങ്ങളോടൊപ്പം നടക്കുകയും അങ്ങനെ ജനങ്ങളുടെ ജീവിതത്തിന്റെ ഭാഗമായി അവർ മാറി. വർഷങ്ങൾ കടന്നുപോയി. ഓരോ ദിവസവും പുതിയ പ്രതീക്ഷകൾ വിരിഞ്ഞു. എന്നാൽ ഒരു സ്വപ്നം മാത്രം ഇനിയും യാഥാർത്ഥ്യമായിരുന്നില്ല. ഈ മലയോര പ്രദേശത്ത് ക്ലരീഷ്യൻ മിഷന്റെ സ്വന്തം കേന്ദ്രം. ആ സ്വപ്നത്തിനായി അവർ കാത്തിരുന്നു. ഒരു വർഷമല്ല, ഒരു ദശാബ്ദമല്ല, ഏകദേശം 3 പതിറ്റാണ്ടുകൾ. ഒടുവിൽ ആ കാത്തിരിപ്പിന് ദൈവം സമയമൊരുക്കി. മാലിപ്പാറയിൽ ക്ലരീഷ്യൻ സാന്നിധ്യം ശക്തിപ്പെട്ടുകൊണ്ടിരുന്ന ആ കാലഘട്ടത്തിൽ സമീപത്തുള്ള ഒരു ചെറിയ ഗ്രാമത്തിന്റെ നിശബ്ദ പ്രാർത്ഥന പതിയെ കേൾക്കപ്പെടുകയായിരുന്നു. വേട്ടാമ്പാറ. പെരിയാറിന്റെ തീരത്തോട് ചേർന്ന് ഭൂതത്താൻ കെട്ടിലേക്കുള്ള വഴിയിൽ സ്ഥിതി ചെയ്യുന്ന ശാന്തമായ ഒരു മലയോര ഗ്രാമം. പ്രകൃതി സൗന്ദര്യം നിറഞ്ഞ ആ പ്രദേശത്ത് 100ഓളം കുടുംബങ്ങളിലായി ഏകദേശം 700 കത്തോലിക്ക വിശ്വാസികൾ ജീവിച്ചിരുന്നു. വിശ്വാസത്തിൽ ഉറച്ച ഒരു സമൂഹം, കുടുംബ പ്രാർത്ഥനകളിലും ദൈവവിശ്വാസത്തിലും വളർന്ന ഒരു ജനത. എന്നാൽ അവരുടെ ആത്മീയ ജീവിതത്തെ ബാധിച്ച ഒരു യാഥാർത്ഥ്യമുണ്ടായിരുന്നു. മാലിപ്പാറ ഇടവകയായിരുന്നു അവരുടെ ആത്മീയ ഭവനം. പക്ഷേ അവിടെ എത്താനുള്ള യാത്ര അത്ര എളുപ്പമായിരുന്നില്ല. മോശം റോഡുകൾ, പരിമിതമായ യാത്രാ സൗകര്യങ്ങൾ, മഴക്കാലത്ത് കൂടുതൽ ദുഷ്കരമാകുന്ന വഴികൾ, ഇതെല്ലാം ചേർന്നപ്പോൾ വിശുദ്ധ കുർബാനയിലും ഇടവക ജീവിതത്തിലും സ്ഥിരമായി പങ്കുചേരുക പല കുടുംബങ്ങൾക്കും വലിയ വെല്ലുവിളിയായി. ആത്മീയ ശുശ്രൂഷകളുടെ അഭാവം അവർ പരാതിയായി കണ്ടില്ല. മറിച്ച് ദൈവത്തോടുള്ള അവരുടെ അടുപ്പം കൂടുതൽ ആഴപ്പെടാനുള്ള ആഗ്രഹമായാണ് അവർ അതിനെ അനുഭവിച്ചത്. അവരുടെ ഹൃദയത്തിൽ ഒരു പ്രാർത്ഥന മാത്രം വളർന്നു: ഞങ്ങൾക്കും ഒരു ദേവാലയം വേണം. ഞങ്ങളുടെ മക്കൾക്കും വിശ്വാസത്തിൽ വളരാൻ ഒരു ആത്മീയ ഭവനം വേണം. ഈ ജനങ്ങളുടെ ആഗ്രഹം ക്ലരീഷ്യൻ മിഷണറിമാരുടെ ശ്രദ്ധയിൽപ്പെട്ടു. 1998 CB എസ്റ്റേറ്റിന്റെ അഡ്മിനിസ്ട്രേറ്ററായിരുന്ന തോമസ് വരകുകാലയിൽ അച്ഛന്റെ നേതൃത്വത്തിൽ വെട്ടാമ്പാറയിൽ ഒരു ആരാധനാ സമൂഹം രൂപീകരിക്കുന്നതിനെക്കുറിച്ചുള്ള ചർച്ചകൾ ആരംഭിച്ചു.
സാഹചര്യങ്ങൾ വിലയിരുത്തപ്പെട്ടു, ജനങ്ങളുടെ ആവശ്യങ്ങൾ കേട്ടു, സാധ്യതകൾ പരിശോധിക്കപ്പെട്ടു. എന്നാൽ വിവിധ കാരണങ്ങളാൽ ആ സ്വപ്നം ഉടൻ യാഥാർത്ഥ്യമായില്ല. കാലം വീണ്ടും മുന്നോട്ടു നീങ്ങി. എങ്കിലും പ്രതീക്ഷ അസ്തമിച്ചില്ല. ഒടുവിൽ 1999 ഒക്ടോബർ മാസം വേട്ടാമ്പാറയിലെ 98 കത്തോലിക്ക കുടുംബങ്ങൾ ചരിത്രപരമായ ഒരു തീരുമാനമെടുത്തു. തോമസ് വരകുകാലയിൽ അച്ഛനോടൊപ്പം അവർ കോതമംഗലം രൂപതാധ്യക്ഷനായ മാർ ജോർജ് പുന്നക്കോട്ടിൽ പിതാവിനെ സന്ദർശിച്ചു. അവരുടെ ആവശ്യം ലളിതമായിരുന്നു. എന്നാൽ അതിനു പിന്നിൽ വർഷങ്ങളായുള്ള പ്രാർത്ഥനയും പ്രതീക്ഷയും ഉണ്ടായിരുന്നു. വേട്ടാമ്പാറയെ ഒരു സ്വതന്ത്ര ഇടവകയായി പ്രഖ്യാപിക്കണം. ഞങ്ങളുടെ ആത്മീയ ശുശ്രൂഷയ്ക്കായി സ്ഥിരമായി ഒരു വൈദികനെ നിയമിക്കണം. വിശ്വാസത്തിന്റെ ശബ്ദമായി ഉയർന്ന ആ അഭ്യർത്ഥന രൂപതാധ്യക്ഷൻ ശ്രദ്ധയോടെ കേട്ടു. ജനങ്ങളുടെ ആവശ്യകത അദ്ദേഹം ഹൃദയപൂർവ്വം മനസ്സിലാക്കി. അവസാനം പ്രതീക്ഷയ്ക്ക് മറുപടിയായി തീരുമാനം വന്നു. പുതിയ സഹസ്രാബ്ദത്തിന്റെ ആദ്യ ദിനത്തിൽ 2000 ജനുവരി 1 വേട്ടാമ്പാറയിൽ പുതിയ മിഷൻ ആരംഭിക്കാൻ രൂപതാധ്യക്ഷൻ അനുമതി നൽകി. വേട്ടാമ്പാറയുടെ ചരിത്രത്തിൽ ഒരു പുതിയ അധ്യായം തുറന്നു. ആദ്യ ഇടവക വികാരിയായി ഫാദർ തോമസ് വരകുകാലയിൽ ചുമതലയേറ്റു. ഭംഗിയാർന്ന ദേവാലയമൊന്നും അന്നില്ലായിരുന്നു. സ്ഥിരമായ കെട്ടിടങ്ങളുമില്ല. ഒരു ലളിതമായ താൽക്കാലിക ഷെഡ് മാത്രം. എന്നാൽ വിശ്വാസം, അതായിരുന്നു ഏറ്റവും വലിയ സമ്പത്ത്. അതേ ഷെഡിൽ വിശുദ്ധ കുർബാന അർപ്പിക്കപ്പെട്ടു. കൂദാശകൾ ആഘോഷിക്കപ്പെട്ടു. ജനങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിച്ചു. ആ ലളിതമായ ആരാധനാലയം പിന്നീട് വളർന്നുയരുന്ന ഒരു സജീവ ഇടവകയുടെ ആദ്യ വിത്തായി മാറി. പുതിയ സഹസ്രാബ്ദത്തിന്റെ ഉദയത്തോടൊപ്പം വേട്ടാമ്പാറയിലെ വിശ്വാസ സമൂഹത്തിനും ഒരു പുതിയ പ്രതീക്ഷയുടെ കാലം ആരംഭിച്ചു. ഒരു താൽക്കാലിക ഷെഡിൽ ആരംഭിച്ച ഇടവക ജീവിതം ഇനി കൂടുതൽ ഉറച്ച അടിത്തറയിലേക്ക് വളരുകയായിരുന്നു. വിശ്വാസികൾക്ക് ആത്മീയ ശുശ്രൂഷ ലഭ്യമാക്കുക മാത്രമല്ല, ഈ മിഷന് സ്ഥിരമായ ഒരു കേന്ദ്രം ഒരുക്കേണ്ടതും അനിവാര്യമായി. ആ ദീർഘവീക്ഷണത്തിന്റെ ഭാഗമായി ക്ലെരീഷ്യൻ സന്യാസസഭ രൂപതയുടെ സ്ഥലത്തോട് ചേർന്ന ഒരു ഭൂവിഭാഗം സ്വന്തമാക്കി. അവിടെ മിഷണറിമാർക്കായി ഒരു വസതി പണിതുയർത്തി. ആ ഭവനത്തിന് അവർ ഒരു മനോഹരമായ പേര് നൽകി, ക്രിസ്തുനിലയം. പേര് സൂചിപ്പിക്കുന്നത് പോലെ അത് ഒരു താമസ സ്ഥലം മാത്രമായിരുന്നില്ല. ക്രിസ്തുവിന്റെ സാന്നിധ്യം ജനങ്ങളിലേക്ക് എത്തിച്ച ഒരു ദൗത്യ കേന്ദ്രമായിരുന്നു. വിശ്വാസികൾക്ക് ആശ്വാസം പകരുന്ന ഒരു ആത്മീയ ഭവനം, മിഷണറിമാർക്ക് പ്രാർത്ഥനയുടെയും സേവനത്തിൻ്റെയും കേന്ദ്രം, അനേകം കുടുംബങ്ങളുടെ പ്രതീക്ഷകൾക്ക് അഭയം നൽകിയ ഒരിടം. 2001 ഒക്ടോബർ 24 ക്രിസ്തുനിലയം ഔദ്യോഗികമായി ക്ലെരീഷ്യൻ വസതിയായി പ്രഖ്യാപിക്കപ്പെട്ടു. തുടർന്ന് 2001 ഡിസംബർ 14 കോതമംഗലം രൂപതാധ്യക്ഷൻ മാർ ജോർജ് പുന്നക്കോട്ടിൽ ഈ ഭവനം ആശീർവദിച്ചു. എന്നാൽ ജനങ്ങളുടെ ഹൃദയത്തിൽ മറ്റൊരു വലിയ സ്വപ്നം ഇപ്പോഴും കാത്തിരിക്കുകയായിരുന്നു: സ്വന്തമായി ഒരു ദേവാലയം. ആ സ്വപ്നത്തിനും അധികം വൈകേണ്ടി വന്നില്ല. 2001 ജനുവരി 1 മാർ ജോർജ് പുന്നക്കോട്ടിലിന്റെ സാന്നിധ്യത്തിൽ വേട്ടാമ്പാറയിലെ വിശുദ്ധ സെബസ്ത്യാനോസ് ദേവാലയത്തിന്റെ ശിലാസ്ഥാപനം നടന്നു. ഒടുവിൽ 2004 ഏപ്രിൽ 1 ആ ചരിത്ര നിമിഷം എത്തിച്ചേർന്നു. മാർ ജോർജ് പുന്നക്കോട്ടിൽ പുതിയ ദേവാലയം പ്രതിഷ്ഠിച്ചു. വർഷങ്ങളായി ഹൃദയത്തിൽ സൂക്ഷിച്ചിരുന്ന സ്വപ്നം ഇപ്പോൾ ദൈവസന്നിധിയായി അവരുടെ മുമ്പിൽ നിലകൊണ്ടു. ഇടവക ശുശ്രൂഷകൾക്കൊപ്പം ക്ലെരീഷ്യൻ മിഷണറിമാർ CB എസ്റ്റേറ്റിന്റെ ഭരണനിർവഹണത്തിനും നേതൃത്വം നൽകുന്നു. കാലത്തിന്റെ ആവശ്യങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ട് എസ്റ്റേറ്റിലെ പ്രവർത്തനങ്ങൾ കൂടുതൽ കാര്യക്ഷമമാക്കുന്നതിനായി പുതിയ ഭരണ കാര്യാലയവും നിർമ്മിക്കപ്പെട്ടു. 2020 നവംബർ 22 പ്രൊവിൻഷ്യൽ സുപ്പീരിയറായിരുന്ന ഫാദർ ജോസ് തെൻപിള്ളിൽ ആ കെട്ടിടം ആശീർവദിച്ചു. ആത്മീയ ശുശ്രൂഷകളോടൊപ്പം വിദ്യാഭ്യാസ രംഗത്തും ഈ മിഷൻ തന്റെ സാന്നിധ്യം ശക്തമായി തുടരുന്നു. ഇടവകയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ലോവർ പ്രൈമറി സ്കൂളിന്റെ മാനേജ്മെന്റിലൂടെ പുതിയ തലമുറയുടെ അറിവിനും മൂല്യബോധത്തിനും വിശ്വാസ ജീവിതത്തിനും ഈ സമൂഹം കരുത്തേക്കുന്നു. വേട്ടാമ്പാറ ഇടവക ഇന്ന് 7 കുടുംബ യൂണിറ്റുകളായി ക്രമീകരിക്കപ്പെട്ടിരിക്കുന്നു. പരസ്പരം താങ്ങായും തണലായും പ്രാർത്ഥനയിലും സഹവർത്തിത്വത്തിലും വളരുന്ന ഈ കുടുംബ കൂട്ടായ്മകൾ ഇടവക ജീവിതത്തിന്റെ ശക്തമായ അടിത്തറയാണ്. മാതൃവേദി, CML, KCYM, കത്തോലിക്ക കോൺഗ്രസ്, ഈ സംഘടനകളുടെ സജീവ പ്രവർത്തനങ്ങൾ ഇടവകയുടെ ആത്മീയവും സാമൂഹികവുമായ ജീവിതത്തിന് പുതുജീവൻ പകരുന്നു. കുട്ടികളിലും യുവജനങ്ങളിലും വിശ്വാസത്തിന്റെ വെളിച്ചം പകരുക എന്നതാണ് സഭയുടെ ഏറ്റവും വലിയ ദൗത്യങ്ങളിലൊന്ന്.
ആ ദൗത്യം ഇവിടെ ഭംഗിയായി തുടരുന്നു. 14 മതാധ്യാപകരുടെ സമർപ്പിത സേവനത്തിലൂടെ 65ഓളം കുട്ടികൾ വിശ്വാസ പരിശീലനത്തിൻ്റെ പാതയിലൂടെ വളരുന്നു. എന്നാൽ ഈ മനോഹരമായ വിശ്വാസയാത്രയ്ക്ക് ഇന്നും ചില വെല്ലുവിളികൾ നേരിടേണ്ടി വരുന്നുണ്ട്. വേട്ടാമ്പാറ ഇടവകയുടെ വലിയൊരു ഭാഗം വനമേഖലയോട് ചേർന്നാണ് സ്ഥിതി ചെയ്യുന്നത്. അതിനാൽ തന്നെ വന്യജീവികളുടെ നിരന്തര സാന്നിധ്യം ഇവിടെ ജീവിക്കുന്ന കുടുംബങ്ങളുടെ ദൈനംദിന യാഥാർത്ഥ്യമാണ്. കൃഷിയിടങ്ങളിലേക്ക് ഇറങ്ങിവരുന്ന വന്യമൃഗങ്ങൾ, നശിപ്പിക്കപ്പെടുന്ന വിളകൾ, കഠിനാധ്വാനത്തിൻ്റെ ഫലം നഷ്ടമാകുന്ന കർഷകർ, ജീവിതത്തിൻ്റെ സുരക്ഷയെക്കുറിച്ചുള്ള ആശങ്കകൾ, ഇതെല്ലാം ഇന്നും അനേകം കുടുംബങ്ങളുടെ ജീവിതത്തെ ആഴത്തിൽ ബാധിച്ചുകൊണ്ടിരിക്കുന്നു. ജീവിത സുരക്ഷയും സ്ഥിരമായ ഉപജീവന മാർഗവും തേടി പല കുടുംബങ്ങളും ഈ പ്രദേശത്തു നിന്ന് മറ്റിടങ്ങളിലേക്ക് താമസം മാറുകയാണ്. അതിൻ്റെ പ്രതിഫലനം ഇടവകയിലും പ്രകടമാണ്. ഒരു കാലത്ത് നിറഞ്ഞു നിന്നിരുന്ന കുടുംബങ്ങളുടെ എണ്ണം ക്രമേണ കുറഞ്ഞു വരുന്നു. എന്നിരുന്നാലും പ്രതിസന്ധികൾക്കുമപ്പുറം പ്രത്യാശയിൽ ജീവിക്കുകയാണ് ഈ വിശ്വാസ സമൂഹം. ഓരോ ഞായറാഴ്ചയും ദേവാലയമണി മുഴങ്ങുമ്പോൾ പ്രാർത്ഥനയ്ക്കായി ഒരുമിക്കുന്ന കുടുംബങ്ങളിൽ, വിശുദ്ധ കുർബാനയിൽ പങ്കുചേരുന്ന വിശ്വാസികളിൽ, വിശ്വാസപാഠം പഠിക്കുന്ന കുട്ടികളിൽ, യുവജനങ്ങളുടെ സ്വപ്നങ്ങളിൽ, മാതാപിതാക്കളുടെ പ്രാർത്ഥനകളിൽ ഈ മിഷന്റെ യഥാർത്ഥ ശക്തി ഇന്നും ജീവിക്കുന്നു. 50 വർഷങ്ങൾക്ക് മുൻപ് വിതച്ച ആ വിശ്വാസത്തിൻ്റെ വിത്ത് ഇന്ന് അനേകം ജീവിതങ്ങളിൽ പ്രത്യാശയുടെ ഫലങ്ങൾ പുറപ്പെടുവിച്ചുകൊണ്ടിരിക്കുന്നു. ക്ലരീഷ്യൻ മിഷണറിമാർ ആരംഭിച്ച ഈ യാത്ര ഇന്ന് ഒരു സമൂഹത്തിൻ്റെ യാത്രയായി മാറിയിരിക്കുന്നു. പ്രാർത്ഥനയിൽ ജനിച്ച ഈ ദൗത്യം സമർപ്പണത്തിലൂടെ വളർന്നു, സേവനത്തിലൂടെ ഫലമണിഞ്ഞു, പ്രത്യാശയുടെ വെളിച്ചവുമായി തലമുറകളെ പ്രകാശിപ്പിച്ചുകൊണ്ട് ഇന്നും മുന്നേറുകയാണ്. പ്രിയമുള്ളവരെ, ക്രിസ്തുനിലയം വേട്ടാമ്പാറയിൽ നിന്നും സെൻറ്റ് സെബാസ്റ്റ്യൻസ് ചർച്ച് വേട്ടാമ്പാറയിൽ നിന്നും എല്ലാവർക്കും ഒത്തിരി സ്നേഹാന്വേഷണം. സെൻറ്റ് സെബാസ്റ്റ്യൻസ് ചർച്ചും ക്രിസ്തുനിലയം വേട്ടാമ്പാറയും വളരെ സന്തോഷത്തോടുകൂടി ഇവിടുത്തെ ദൗത്യം പൂർത്തിയാക്കുന്നതിൽ ശ്രമിക്കുന്നു. ഈ ഇടവകയിൽ ഇപ്പോൾ 105 കുടുംബങ്ങളാണ് ഉള്ളത്. നമുക്ക് ആദ്യമുണ്ടായിരുന്ന 135-ലധികം കുടുംബങ്ങളിൽ നിന്നും ഇവിടുത്തെ പ്രദേശത്തിൻ്റേതായ ബുദ്ധിമുട്ടുകൾ കൊണ്ട്, ക്ലേശങ്ങൾ കൊണ്ട് ഒത്തിരി പേർക്ക് ഇവിടെ നിന്ന് മാറി താമസിക്കേണ്ടി വരികയും വന്യമൃഗശല്യങ്ങൾ കൊണ്ട് അവർക്ക് കാർഷിക മേഖലകളിൽ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടി വരികയും ചെയ്തിട്ടുണ്ട്. എങ്കിലും അവർ വിശ്വാസം അവരുടെ നെഞ്ചിലേറ്റി ഏറ്റവും സ്നേഹത്തോടുകൂടി അവർ ദേവാലയത്തെ അവരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗമായി കാണുകയും അവർ ഇതിനോട് ചേർന്ന് നിൽക്കുകയും ചെയ്യുന്നുണ്ട്. ഇവിടെ നിന്ന് കടന്നുപോയ 10 മുൻ വികാരിമാരെയും ജനങ്ങൾ അവരുടെ ഹൃദയത്തിൽ സൂക്ഷിക്കുകയും അവരെ നന്ദിയോടുകൂടി ഓർക്കുകയും ചെയ്യുന്നത് കേട്ടിട്ടുണ്ട്. ഈ ഇടവകയിൽ നിന്ന് നമുക്ക് ബഹുമാനപ്പെട്ട വൈദികരായിട്ടും സിസ്റ്റേഴ്സായിട്ടും ദൈവവിളികളും ലഭിച്ചിട്ടുണ്ട് എന്നുള്ളത് ഒത്തിരി സന്തോഷമുള്ള കാര്യമാണ്. ഒരിക്കൽ കൂടി വേട്ടാമ്പാറ സെൻറ്റ് സെബാസ്റ്റ്യൻസ് പള്ളിയിൽ നിന്ന് എല്ലാവർക്കും സ്നേഹാന്വേഷണങ്ങളും അനുഗ്രഹങ്ങളും നേരുന്നു. നന്ദി. താങ്ക് യു.